വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൊമേഴ്സ് ഈസി നോട്ട്സ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സ്പെക്യുലേഷൻ, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഗാംബ്ലിംഗ്, അതാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന പോർഷൻസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആദ്യം എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നമ്മൾ ഇത്രയും നാൾ കണ്ട വീഡിയോസിൽ പഠിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് ആണ് എന്താണ് സ്പെക്യുലേഷൻ. Speculation includes the buying, holding, selling and short selling of any valuable financial instrument. സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഊഹ കച്ചവടം എന്നാണ് പറയുന്നത്. സ്പെക്കുലേഷൻ ചിലപ്പോൾ ഒരു സെക്യൂരിറ്റി നമ്മൾ വാങ്ങുക, അത് നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യുക, അതിനെ സെയിൽ ചെയ്യുക, അങ്ങനെയുള്ളൊരു പ്രോസസ്സിനെയാണ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി ആരാണോ സ്പെക്കുലേറ്റ് ചെയ്യുന്നത് അവരെയാണ് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. The person who speculates is called a speculator. Then a speculator does not buy goods to own them but to sell them later. അതായത് സ്പെക്കുലേറ്റേഴ്സ് എപ്പോഴും ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് അവർക്ക് സ്വന്തമായി കയ്യിൽ വെക്കാനല്ല, മറിച്ച് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ട് ടു സെൽ ദം ലേറ്റർ, പിന്നീട് അത് വിൽക്കാൻ വേണ്ടിയിട്ടാണ് അവർ സ്പെക്കുലേറ്റേഴ്സ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്. എപ്പോഴും സ്പെക്കുലേറ്റേഴ്സ് ലോ പ്രൈസ് വരുമ്പോഴാണ് പർച്ചേസ് ചെയ്യുക, ഹൈ പ്രൈസ് വരുമ്പോൾ അവരത് സെൽ ചെയ്യും. The reason is that he wants to make a profit from the change in price. ആ ഒരു ചേഞ്ച്, ഫ്ലക്ച്വേഷൻ, അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതാണ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു 10 റുപ്പീസിന് ഒരു പ്രോഡക്റ്റ് വാങ്ങി, പ്രൈസ് കൂടിയപ്പോൾ അതൊരു 15 റുപ്പീസിന് നമ്മൾ സെയിൽ ചെയ്തു. ആ ഒരു 5 റുപ്പീസ് ആണ് സ്പെക്കുലേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സ്പെക്കുലേഷൻ. ഇൻവെസ്റ്റ്മെൻറ്റും സ്പെക്കുലേഷനും രണ്ടും ഡിഫറെൻ്റ് ആണെന്ന് ഇപ്പോൾ നമുക്കറിയാം. ഫസ്റ്റ് ബേസിസ് ആണ് ടൈം ഹൊറിസോൺ. ടൈം ഹൊറിസോൺ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും ലോങ് ടേം ആണ്, പക്ഷേ സ്പെക്കുലേഷൻ ഇസ് ജനറലി എ ഷോർട്ട് ടൈം ലൈൻ. In investment, the level of risk is moderate, but in speculation, it is very high. The attitude of the investors in investment, it is cautious and conservative, and speculation, it is aggressive. Next, decision criteria of investment. It is based on fundamental and basic factors, but in speculation, they are deciding by using the technical charts, market psychology, fluctuations of price, the opinions of the individuals, etc. Next, investment examples are stock markets, bonds, mutual funds. But in speculation, the examples are options, foreign currencies and cryptocurrencies. അപ്പോൾ ഇതൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സ്പെക്കുലേഷൻ തമ്മിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് ഗാംബ്ലിംഗ്. ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബെറ്റിംഗ്. നമ്മൾ ബെറ്റ് വെക്കുക അല്ലെങ്കിൽ ചൂത് കളിക്കുക, അതൊക്കെയാണ് ഗാംബ്ലിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഗാംബ്ലിംഗ് മീൻസ് ഇറ്റ് ഈസ് ദ വേജറിങ് ഓഫ് മണി ഓർ സംതിങ് ഓഫ് വാല്യൂ ഓൺ എൻ ഈവൻറ്റ് വിത്ത് എൻ അൺസർട്ടൻ ഔട്ട്കം വിത്ത് ദ പ്രൈമറി ഇൻറ്റൻറ്റ് ടു വിന്നിങ് മണി ഓർ മെറ്റീരിയൽ ഗുഡ്സ്. നമുക്ക് പ്രോഫിറ്റ് അല്ല, പക്ഷെ വിന്നിങ് മണി അല്ലെങ്കിൽ മെറ്റീരിയൽ ഗുഡ്സ് വിൻ ചെയ്യാൻ വേണ്ടി ഒരു അൺസർട്ടൻ ആയിട്ടുള്ള ഒരു ഈവൻ്റാണ് ഗാംബ്ലിംഗ് എന്ന് പറയുന്നത്. ഒരു ബെറ്റിംഗ് പോലെ നമ്മൾ ഗെയിമുകൾ കളിക്കുക, അതൊക്കെയാണ് ഗാംബ്ലിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ്. നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻറ്റും സ്പെക്കുലേഷനും ഡിഫർ ആയിരിക്കുന്ന പോലെ ഇൻവെസ്റ്റ്മെൻറ്റും ഗാംബ്ലിങ്ങും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് നേച്ചർ. നേച്ചർ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് നേച്ചർ എപ്പോഴും പ്ലാൻഡ് ആൻഡ് സയൻറ്റിഫിക് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളെപ്പോഴും ചെയ്യുന്നത് നന്നായി പ്ലാൻ ചെയ്തിട്ടാണ്, അതുപോലെ സയൻറ്റിഫിക് സ്റ്റഡീസൊക്കെ നടത്തിയിട്ടാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതും നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും. പക്ഷേ ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺപ്ലാൻഡ് ആൻഡ് അൺസയൻറ്റിഫിക്. ദെൻ റിസ്ക് ആൻഡ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. റിസ്ക് എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റിൽ മാച്ച് ചെയ്താണ് ഇരിക്കുക റിട്ടേണിനോട്. റിസ്ക് കൂടുന്നതിനനുസരിച്ച് റിട്ടേൺ കൂടും, റിസ്ക് കുറയുന്നതിനനുസരിച്ച് റിട്ടേൺ കുറയും. പക്ഷേ ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് ഇപ്പോഴും ഹൈ റിസ്ക് ആണ്. നെക്സ്റ്റ് ഈസ് മോട്ടീവ്. മോട്ടീവ് മീൻസ് ദ എയിം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ദ എയിം ഓഫ് ഗാംബ്ലിംഗ്. മോട്ടീവ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് മെയിൻ മോട്ടീവ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു റെഗുലർ ഇൻകം കിട്ടാനാണ്, അതുപോലെ നമുക്കൊരു ക്യാപിറ്റൽ ഗെയിൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഈസ് ഗാംബ്ലിംഗ്. ഗാംബ്ലിംഗ് നമ്മൾ ചെയ്യുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ഫോർ ത്രിൽ ആൻഡ് എക്സൈറ്റ്മെൻറ്റ്. നെക്സ്റ്റ് ഈസ് പീരീഡ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും നമ്മളൊരു ലോങ് ടൈം ബേസിസിലാണ്, പക്ഷേ ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം. നെക്സ്റ്റ് ഈസ് ആക്ഷൻ. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തിനാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മളൊരാൾ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം ആ ആൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗാംബ്ലിംഗ് ആണെങ്കിൽ നമ്മൾ ഗാംബ്ലിംഗ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഗാംബ്ലിംഗ് ചെയ്യുമ്പോൾ ബേസ്ഡ് ഓൺ ടിപ്സ് ആൻഡ് റൂമേഴ്സ്, നമുക്ക് പലരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ടിപ്സ് അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് അപ്ലൈ ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ്
ഗാംബ്ലിംഗ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.